നാലാമത്തെ ചോദ്യം, കൺസിഡർ എ തേർഡ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ദ ഫിഗർ ഗിവൺ ബിലോ ഈസ് ദ ഗ്രാഫ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ്. Question 1. Find the intervals in which the function is increasing and decreasing. Number 2. Identify the point of local maxima and minima. ഈ ചോദ്യത്തിൽ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഗ്രാഫാണ് എന്ന കാര്യം നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കണം. അതായത് ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ ഏതാണെന്നൊന്നും നമുക്കറിയില്ല, അതിന്റെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് എന്ന രീതിയിൽ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ ഏതൊക്കെ ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ് ആകും, ഏതൊക്കെ ഇൻ്റർവെല്ലിൽ ഡിക്രീസിങ് ആകും, അതുപോലെ തന്നെ അതിൻ്റെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമവും ഒക്കെ എന്ത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് പറയാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നാണെങ്കിൽ ആ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 എന്നാണെങ്കിൽ ആ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. അതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ്സ് ആണ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് തരുന്ന പോയിന്റുകൾ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രാഫ് ഉപയോഗിച്ചാൽ മതി. എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരുന്ന സ്ഥലങ്ങൾ എക്സ് ഈക്വൽ ടു 1ഉം എക്സ് ഈക്വൽ ടു 3യുമാണ്. അതായത് ഡെറിവേറ്റീവ് 0 എന്ന് വരുന്ന സ്ഥലമാണ് 1ഉം 3യും. 3യുടെ മുകളിലേക്ക് വരുന്ന ഭാഗത്ത്, 3യുടെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന ഭാഗത്ത് ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സ് ആക്സിന് മുകളിൽ വരുന്ന വാല്യൂസ് ആണ് തരുന്നത്. അതായത് ഡെറിവേറ്റീവ് പോസിറ്റീവാണ്. 3 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഭാഗത്ത് എഫ് ഡാഷ് ഓഫ് എക്സ് അതായത് ഡെറിവേറ്റീവ് പോസിറ്റീവാണ് എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ 1ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് 1 മുതൽ മൈനസ് ഇൻഫിനിറ്റി വരെയുള്ള ആ ഒരു ഭാഗത്തും നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാഫ് എക്സ് ആക്സിന് മേളിലാണ്. ഓർക്കുക, ഇത് ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ അത് എക്സ് ആക്സിൻ്റെ മേളിൽ എന്ന് പറഞ്ഞാൽ y വാല്യൂ പോസിറ്റീവ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തും ഡെറിവേറ്റീവ് പോസിറ്റീവാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവാണ്. പിന്നെ എഫ് ഡാഷ് ഓഫ് എക്സ് നെഗറ്റീവായിട്ട് വരുന്ന ഭാഗം ഏതാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 1നും 3ക്കും ഇടയിലുള്ള ഭാഗത്ത് ഗ്രാഫ് എക്സ് ആക്സിന് താഴെയാണ്. അതായത് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് നെഗറ്റീവാണ്, നെഗറ്റീവ് y വാല്യൂസ് വരുന്ന ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, അതായത് ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നു ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. അങ്ങനെയെങ്കിൽ ഇൻക്രീസിങ് ആകുന്ന ഇൻ്റർവെൽസ്, അതായത് ഡെറിവേറ്റീവ് പോസിറ്റീവായിട്ട് വരുന്ന ഭാഗം, ഒന്നാമത്തെ ഇൻ്റർവെല്ല് മൈനസ് ഇൻഫിനിറ്റി മുതൽ 1 വരെ ഡെറിവേറ്റീവ് പോസിറ്റീവാണ്. അതുപോലെ തന്നെ 3 മുതൽ ഇൻഫിനിറ്റി വരെയും ഡെറിവേറ്റീവ് പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ഇൻ്റർവെല്ലും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. അതുപോലെ തന്നെ ഡിക്രീസിങ് ആയിട്ട് വരുന്ന ഇൻ്റർവെല്ല് നമുക്കറിയാം. എഫ് ഡാഷ് ഓഫ് എക്സ് നെഗറ്റീവായിട്ട് വരുന്ന ഇൻ്റർവെല്ല് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അത് 1 മുതൽ 3 വരെയുള്ള ഭാഗമാണ്. ഓപ്പൺ ഇൻ്റർവെൽ 1, 3. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അതായത് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതുപോലെ തന്നെ 0 ആയിട്ട് വരുന്ന വാല്യൂ ഏത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രാഫ് ഉപയോഗിക്കുന്നു. ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് നമുക്ക് നേരെ തന്നിട്ടുണ്ട്. ഒരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ വാല്യൂസിനാണ് ആ ഗ്രാഫിനകത്ത് y വാല്യൂസ് പോസിറ്റീവ് വരുന്നത്, എവിടെയാണ് നെഗറ്റീവ് വരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എക്സ് ആക്സിന് മുകളിലേക്കുള്ള ഭാഗത്തെല്ലാം ഗ്രാഫ് പോസിറ്റീവ് വാല്യൂ ആണ് തരുന്നത്, എക്സ് ആക്സിന് താഴേക്കുള്ള ഭാഗത്തെല്ലാം ഗ്രാഫ് നെഗറ്റീവ് വാല്യൂ ആണ് തരുന്നതെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. രണ്ടാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ. ഈ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് വെച്ചുകൊണ്ട് എഫ് ഓഫ് എക്സിൻ്റെ ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവും എവിടെ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കി. മൈനസ് ഇൻഫിനിറ്റി മുതൽ 1 വരെയുള്ള ഭാഗത്ത് എഫ് ഓഫ് എക്സ് ഇൻക്രീസിങ് ആണ്. 1ൻ്റെ റൈറ്റ് സൈഡിലേക്ക്, അതായത് 1 മുതൽ 3 വരെയുള്ള ഭാഗത്ത് എഫ് ഓഫ് എക്സ് ഡിക്രീസിങ് ആണ്. അതായത് 1 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും 1ൻ്റെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഡിക്രീസിങ്ങുമാണ്. അങ്ങനെയെങ്കിൽ 1 എന്ന് പറയുന്ന പോയിന്റ് ഒരു ലോക്കൽ മാക്സിമം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ 3 എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ 3ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡെറിവേറ്റീവ് നെഗറ്റീവും റൈറ്റ് സൈഡിൽ ഡെറിവേറ്റീവ് പോസിറ്റീവുമാണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ ഡിക്രീസിങ്ങും റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങുമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ 3 എന്ന് പറയുന്ന പോയിന്റ്
ഒരു ലോക്കൽ മിനിമം ആയിട്ടുള്ള പോയിന്റ് ആണെന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ തന്നിരിക്കുന്ന ഈ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഗ്രാഫിൽ നോക്കിക്കൊണ്ട് എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും, ഏതൊക്കെ ഇന്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് ഇൻക്രീസ് ചെയ്യും, എവിടെയൊക്കെ ഡിക്രീസ് ചെയ്യും, എഫ് ഓഫ് എക്സിന്റെ ലോക്കൽ മാക്സിമം എവിടെ, ലോക്കൽ മിനിമം എവിടെ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് ലോക്കൽ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 3.